എനിക്ക് മടുത്തു പോയത്. ഈ കളി അവസാനം അമ്മണിക്കുട്ടിയെ കണ്ണീര് ഒടിപ്പിക്കുകയുള്ളൂ. ഈ പോയൊരു വക്കീലിലേക്കാണ്. എന്നിട്ടൊരു കേസ് കൊടുക്ക്. അമ്മണിക്കുട്ടിയെ മേനം തന്നെ കൊണ്ടുവന്ന് തരും. അറിയാഞ്ഞിട്ടല്ല, അവസാനം അമ്മാവനെ കോടതി കയറ്റി എന്നുള്ള പരാതിയെങ്കിലും ഒഴിവാക്കാനാ. ഒരു 5000 റുപ്യ കയ്യിലുണ്ട്. എന്തെങ്കിലും ഒന്ന് തുടങ്ങാന്ന് വെച്ചാ അതിനൊരു വഴി കാണുന്നില്ല. ഉബൈദിന്റെ കൂടെ ഞാനും കൂട്ടട്ടെ. നമുക്ക് 2 സിന്ധി പശുക്കളെ വാങ്ങാം, ഒരു കൂട്ടുകൃഷി. ഈ വേണ്ടാത്ത ഹലാക്കൊന്നും ചെയ്യല്ലേ. നമ്മൾ തന്നെ ഇവിടെ ചാണകത്തിൽ മുങ്ങി കിടക്കുക. ഈ ബേജാറാവണ്ട, വഴിയുണ്ട്. ഈ ആളെ അനക്ക് ഓർമ്മയുണ്ടാ? ഇത് നമ്മുടെ കുഞ്ഞിക്കാരന്റെ അഡ്രസ് അല്ലേ? അതെ, എന്റെ അനിയൻ കുഞ്ഞിക്കാരന്റെ കർത്താവ്. അവനിപ്പോ പഴനിയില്ല. അവിടുന്ന് പണ്ടങ്ങാണ്ട് അവൻ എഴുതായത്. നിങ്ങൾ തമ്മിൽ വലിയ ലോഹ്യത്തിലായിരുന്നില്ലേ? വേലാൻകുട്ടിക്ക് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. എന്ത് വഴി? ഈ നേരെ പഴനി ചെല്ലണം. കുഞ്ഞിക്കാരനെ കാണണം. ഓനോട് കാര്യങ്ങൾ മുഴുവൻ പറയണം. ഓൻ എനക്കൊരു പണിയാക്കി തരും, ഉറപ്പാ. ഞാൻ കുഞ്ഞിക്കാരനെ കണ്ടിട്ട് നാള് കുറയായി. അവൻ പഴനിയിലാണെന്നറിഞ്ഞിട്ടും ഞാനിതുവരെ അവനൊരു കത്ത് പോലെ അയച്ചിട്ടില്ല. അത് സാരമില്ലടോ. ഈ സ്നേഹം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാ. കൂടെ കൂടെ പുതുക്കാൻ ഉള്ള 5000 വെച്ച് ഇവിടെ വല്ല നക്കാപ്പിച്ച ബിസിനസ് തുടങ്ങിയ ആർക്കും, പ്രത്യേകിച്ച് കുടുംബക്കാർക്ക് ഒരു വിലയുണ്ടാവില്ല. നേരെ മറിച്ച് 5000 കൊണ്ട് മറുനാട്ടിപ്പോ കക്കൂസെങ്കിൽ കക്കൂസ് കഴി ജീവിക്ക്. എന്നിട്ട് ആണ്ടിലൊരിക്കൽ 4 ദിവസം ലീവിന് പോവാ, ഷൈൻ ചെയ്യ്. ശങ്കരൻകുട്ടി മേനല്ല, ഓൻ്റെ ബാപ്പ വരെ എന്നോട് സലാം പറയും. അതാണ് മനുഷ്യൻ. ഒരു കാര്യം എനക്ക് ഉറപ്പാ, എൻ്റെ പോക്ക് വെറുതെ ആവില്ല. കുഞ്ഞിക്കാരൻ എന്നെ വലിയ ഇഷ്ടാ. ഓൻ അവിടെ ഒരു ലെതർ ഫാക്ടറി സൂപ്പർവൈസറാ. അതെനക്കറിയോ? ഞാൻ പോണെന്ന് തന്നെയാണ് ഉപയോഗ പറയുന്നത്. പോണം. ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാ. പടച്ചോൻ കാക്കും. എന്തായാലും ഉബൈദ് പറഞ്ഞത് 100 വട്ടം ശരിയാ. വല്ലതും ചെറിയ തോതിൽ അന്യനാട്ടിൽ തുടങ്ങിയാല് അത് ചെറുതായാൽ തന്നെയും ആരും അറിയില്ല. ശല്യവും കുറഞ്ഞു കിട്ടും. അവന്റെ ലെതർ കമ്പനിയിൽ അവൻ നിനക്ക് ജോലി ശരിയാക്കി തരുമോ? ഒന്നും പറയാറായിട്ടില്ല അമ്മേ. ഉബൈദ് പറഞ്ഞപ്പോ അതിൽ കാര്യമുണ്ടെന്ന് തോന്നി. ഒത്ത ഒരു ജോലി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി. 5000 കയ്യിലുണ്ടല്ലോ. ബാക്കിയൊക്കെ കുഞ്ഞിക്കാരനെ കണ്ടിട്ട്. ലെതർ കമ്പനി ആവുമ്പോ സ്പോർട്സ് കോട്ട കാണും. കുഞ്ഞിക്കാരൻ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അവൻ ആ വഴിക്കായിരിക്കും അകത്ത് കടന്നത്. നീ നിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അമ്മിണിക്കുട്ടിയെ പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട. അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാനും വിലാസിനി എൻ്റെ കൂടെ. നീ ധൈര്യമായിട്ട് പോ. നിന്നെ വിളിക്കുന്നത് പഴനി ആണ്ടവനാടാ. കുഞ്ഞിക്കാതിരൊരു നിമിത്തം മാത്രം. നീ നന്നായി വരും, നന്നായി വരും. ഹര ഹരോ ഹര, ഹര ഹരോ ഹര. അല്ല പക്ഷേ ഇത് തന്നെയാണ് പഴനി. മുരുക പെൺമുക ചേട്ടാ, ഈ അഡ്രസ് അറിയോ? സ്വാമി, ഈ കുഞ്ഞിക്കാരനറിയോ? ആണ്ടവരുടെ മിക്കാരി പോ മകനേ. കുഞ്ഞിക്കാതറേ, നീ എവിടെയാ? കുഞ്ഞിക്കാതറേ, നീ എവിടെയാ? കുഞ്ഞിക്കാതറേ, നീ എവിടെയാ? എന്റെ പൊന്നു മുരുക, എന്നെ ഒന്ന് സഹായിക്കേ. ആ കുഞ്ഞിക്കാതർ എവിടെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് മുരുക. എന്റെ പൊന്നു മുരുക.
கூப்பிட்டீங்களா சார்? நான் தான் முருகன். உங்களுக்கு என்ன வேணும்? എനിക്ക് കുഞ്ഞിക്കാരനെ കാണണം. நீங்க எழுந்திருக்க சார். வாங்க வாங்க வாங்க. என்ன காதல் சொன்னீங்க நீங்க? കുഞ്ഞിക്കാതർ. குஞ்சு காதல். ஆம்பளையா பொம்பளையா? ആണെന്നേ. இந்த மாதிரி பேர்ல ஆம்பளைங்களுக்கு போடுமா சார்? குஞ்சு. അഡ്രസ് ഉണ്ട്. பரவாயில்ல, நீங்களே எப்படி சொல்லுங்க. PC കുഞ്ഞിക്കാതർ 144A നൽവാഴ്വ് തെരുവ് പഴനി 14. வாங்க சார், வாங்க வாங்க, உட்காருங்க சார். കണ്ടുപിടിക്കല്ലേ? நீங்க தைரியமா இருங்க சார். அடுத்த 10 நிமிஷத்துக்குள்ள இந்த குஞ்சு காது நம்ம கையில அது மதி. இருக்கு. உட்காருங்க. வைரமணி, போலாமா கண்ணா? ஹே ஹே ஹே. இந்த அட்ரஸ் இது തന്നെയാ. എനിക്ക് ഉപയോഗിത് തന്നല്ലേ? ஆமாமா, அட்ரஸ் இதுதான் சார். குஞ்சு காது இங்க தான் இருக்கும். ഇത് സെത്ത തലകീഴ പടി. തിരിച്ചു വായിക്കേ. நீங்களே படிங்க. പഴനി 14. சரி നൽവാഴ്വ് തെരുവ്. சரி 144A. சரி, PC കുഞ്ഞിക്കാതർ. அதுதான் நான் இல்ல. என் பேர் ராமசாமி. நான் எப்படி குஞ்சு கதராகிறது? ஒரு நிமிஷம் வெயிட் பண்ணுங்க, கேட்டு பாக்குறேன். സംശയിക്കാൻ ഒന്നുമില്ല. അഡ്രസ് ഇത് തന്നെയാ. பார்க்கல சார், பார்க்கல. கண்டுபிடிச்சாச்சு. அவர் சீலாவதி லாட்ஜில் இருக்கார். இது அவரோட ஓல்டு ஹவுஸ். நான் இங்க புதுசு. அப்படி சொல்லுங்க சார். சீலாவதி லாட்ஜ் வந்து இங்க ரொம்ப ஃபேமஸ் சார். நீங்க வண்டியில இருக்க, நான் காட்டுறேன். നന്ദി കേട്ടോ. சரி, பத்துவா சார். വൈരമണി, ശീലാവതി ലാഡ്ജടാ. കുഞ്ഞിക്കാതറോ? അതെ. അവനെ ഒന്ന് കണ്ടു കിട്ടാനാ ഞങ്ങൾ ഇരിക്കുന്നത്. കഴിഞ്ഞ 9 മാസത്തെ വാടക ബാക്കി വെച്ചിട്ടോ മുങ്ങിയത് കള്ളൻ. കള്ളൻ എന്ന് മാത്രം പറയരുത്. കുഞ്ഞിക്കാരനെ എനിക്കറിയാം. 1ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. കള്ളന്മാരൊക്കെ എന്താ 1ാം ക്ലാസ്സിൽ പഠിച്ചൂടെ? നീ അവന്റെ ആരടാ? എടാ പോടാന്നുള്ള വിളിയൊക്കെ എന്നെ തറവാട്ടിച്ചെന്ന് വിളിച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട. ഞാനും ഈ പഴനിയില് 5 കൊല്ലം ഞാനും ഇവിടെ കിടന്ന് വിലസീതാ. മലയാളികളാണല്ലോ, മര്യാദക്കാരാണല്ലോ എന്ന് ഇവിടെ ഒന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ? അത്ര അത്യാവശ്യമാണെങ്കിലേ ആ ദുർഗാ വർഷപ്പിച്ചെന്ന് അന്വേഷിക്കും. അതായിരുന്നല്ലോ അവന്റെ സ്ഥിരം സ്ഥലം. അവിടെ നിന്നാണോ ലെതർ കമ്പനിലെ സൂപ്പർവൈസർ ആയത്? ചെന്ന് അന്വേഷിക്കടോ. എടാ പോടാന്ന് വിളിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ സ്വഭാവം ചീത്തയാക്കരുത്. அப்படிங்க, நீங்க வாங்க. நீங்க வாங்க சார், நீங்க வாங்க. துர்கா ஒர்க் ஷாப் தானே? நீங்க வண்டியில இருங்க, நான் கொண்டு விடுறேன். ഈ വർഷാപ്പ് എവിടെയാണോ? பக்கத்துல தான். இங்க இந்த ஸ்ட்ரைட் போய் லெஃப்ட் கட் பண்ணனா தண்டாயுதமணி கோயில். அங்க இருந்து ரைட் சைடுல 3வது கேட். அவ்வளவுதான். சார் சார், நீங்க வண்டியில இருக்க சார், நான் கொண்டு காமிக்கிறேன். വേണ്ട, ഞാൻ തന്നെ കാമിച്ചോളാം. நீங்களே காமிக்கிறீங்களா? என்ன வைரமணி இது? ഹലോ സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ? വരൂ. കുഞ്ഞിക്കാതറിന്റെ ആരാണെന്ന് പറഞ്ഞേ? വളരെ അടുത്ത സുഹൃത്താ. എന്റെ പേര് വേലായുധൻകുട്ടി. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നാണല്ലേ? അയ്യോ, ഒന്നിച്ചെന്നല്ല, ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവരാ. ഇരിക്കെ, ഒരു ചായക്ക് പറ. അയ്യോ, ചായ ഒന്നും വേണ്ട. നീ പോയിട്ട് വാ. കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു. ഞാൻ ഇപ്പൊ വിളിക്കാം. അയ്യോ, വേണ്ടായിരുന്നു. സാരല്ലേ, ഒരു ചായല്ലേ? അതെ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. വലിയ ഉപകാരം. പഴനിയിലെ സ്ഥിരതാമസമാണോ? ഇപ്പോഴല്ല, പക്ഷെ സ്ഥിരാംശമാക്കാനാ പരിപാടി. അതാ നല്ലത്. നല്ല ബിസിനസ് അല്ലേ, തഴച്ചു വളരൂ. ആഹാ. ഞാൻ വേലായുധൻ. நான் தான் இன்ஸ்பெக்டர் அழகப்பன். எனக்கு ஒரே ஒரு வேலாயுதனை மட்டும்தான் தெரியும். சாட்சாத் பழனி ஆண்டவன். அவருக்கு மேல இந்த பழனியில யாரா இன்னொரு വേലായുധം? ഒരുപക്ഷെ ഞാനായിരിക്കും സാർ. സാർ സാർ, എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ കള്ളല്ല സാർ. ഞാൻ പണി അന്വേഷിച്ചു വന്നത് സാർ. എന്നെ ഒന്നും ചെയ്ത് സാർ. ഞാൻ പറയുന്ന ഒന്നും കേൾക്കും. സൂപ്പർവൈസറായ കുഞ്ഞിക്കാരൻ അന്വേഷിച്ചു വന്നാണ് സാർ. ഞാൻ കള്ളല്ല സാർ. ആരെങ്കിലും കുഞ്ഞിക്കാതർ. അനക്കത് തലക്ക് സുഖല്ലേ? എടോ, പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കഴിയല്ലോ. ഈ നാട്ടിനെ പറയിപ്പിക്കരുത്.
എന്റെ പൊന്നു കുഞ്ഞിക്കാതറ് നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ അധികം ഇവിടെ തന്നെ അല്ലേ. ആ, ഇവിടെ നിനക്ക് എന്താ ജോലി? ജോലി വരല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. എടാ പായ, എനിക്ക് പോക്കറ്റ് അടി അല്ലേ പണി, അതും പഴനിയിലെ ടോപ്പ് പോക്കറ്റ് അടി. ഇതൊരു ഗസ്റ്റ് ഹൗസ്, ചിന്ന വീട്. അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണെന്നാണല്ലോ. അതെ, സൂപ്പർവൈസർ തന്നെ. ഈ പേഴ്സ് ഒക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ? ലെതർ കൊണ്ടല്ലേ. അത് ഓരോരുത്തരുടെ പോക്കറ്റ് കിടക്കും, ഞാൻ അതൊക്കെ എടുത്തൊന്ന് സൂപ്പർവൈസ് ചെയ്യും. നാട്ടിൽ നിന്ന് കുറ്റം പൊരിച്ച് പോകുന്നതാണല്ലോ എന്നെ അന്വേഷിച്ച്. അവസാനം പോലീസും പിടിച്ച്. ഏതായാലും തമ്മ കാണാനായല്ലോ. എന്റെ കുഞ്ഞിക്കാതറേ, സാറൊരു വീട് തരുമോ? എനിക്കല്ല, ഇവനക്കാ ചോദിക്കാൻ മടിയായിട്ടാ. അയ്യോ, ആ വായ മൂടിട്ട് ഉക്കാറുകടാ. ഒക്കെ ഒരു ജാതി അലവലാദികളാ, നീ അത് കാര്യാക്കണ്ട. ഇടിക്കുവോ? ഉറപ്പിച്ചൂടാ, ചെലപ്പടിച്ചൂടാ ഇല്ല. നീ എന്താ ചിരിക്കണേ? അല്ല, നാട്ടിൽ നിന്ന് ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്ത് ചിരിച്ചു പോയതാ. എന്തെന്ന്? നീ ലെതർ ഫാക്ടറി കടന്നുകൂടിയത് സ്പോർട്സ് കോട്ടയിലായിരിക്കും പറഞ്ഞ് അച്ഛൻ എന്നോട് പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞത് തെറ്റൊന്നല്ല. ഇന്റെ പണിക്ക് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, എപ്പോൾ ഓടണം, എത്ര മീറ്റർ ഓടണം എന്ന് ആദ്യം പറയാൻ പറ്റൂല. ഇപ്പൊ രാവിലെ 6 മണിക്ക് തിരുപ്പൂരിൽ ഒരു പേഴ്സ് അടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം 2:30 മണിക്ക് മദ്രാസിൽ എത്തണം. ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ? വാടാ. പേടിക്കണ്ട, ധൈര്യമായിട്ട് പോ, ഞാനിവിടെ ഉണ്ട്. சீக்கிரம் வாடாண்ணா. என்னடா நம்ம நின்னு பேசிட்டு இருக்க? வாடாண்ணா. സാർ, സാർ, ஏய் என்னடா இங்க கலாட்டா? அந்த பாவத்தை தொந்தரவு பண்ணாத சார். அத பத்தி நீ ஒண்ணும் கவலைப்பட வேண்டாம். ஆமா, போன வாரம் நீ ஏன்டா கமிஷன் கொண்டு வரல? സാർ, ഇപ്പൊ പോക്കറ്റ് അടിച്ചാൽ കിട്ടുന്നത് എടുക്കാത്ത ലോട്ടറി ടിക്കറ്റാ. ഇതിൽ എന്ത് കമ്മീഷൻ തരാനാ? ഇപ്പൊ എന്നെ വിട്ടിടുങ്കോ, മധുര ടൂറിസ്റ്റ് ബസ് 4 എണ്ണം വരുന്ന ടൈമായി. സാർ എന്നെ വിട്ടാ എനക്കേതാവത് കിടക്കും. എനക്കേതാവത് കിടച്ചാ 50-50.